ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്ന മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ദുല്ലനി യാ റസൂലല്ലാഹ്, ഒരു പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ് ഞാൻ ചോദിക്കുകയാണ് നബിയേ. എന്റെ ആവശ്യത്തിന് മാത്രമല്ല, എന്റെ കൂട്ടുകാരായ സ്വഹാബത്തിന്റെ ആവശ്യത്തിന് മാത്രമല്ല, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസി പ്രഭകള് മഞ്ഞുതുള്ളികളെ പോലെ പടച്ചു തമ്പുരാന് ഭൂമിലോകത്ത് പടക്കുമ്പോ അവർക്കെല്ലാം കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവണമല്ലോ നബിയേ. എനിക്ക് മാത്രമല്ല നബിയേ, ഈ സ്വഹാബത്തിൽ മാത്രമല്ല നബിയേ, തങ്ങളുടെ ഉമ്മത്തിന്റെ മുഴുവൻ കുടുംബത്തിനും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ഒരു കുടുംബജീവിതത്തിന്റെ മനോഹരമായ ഉപദേശം തങ്ങളെ തുല്യനീ തങ്ങൾ പറഞ്ഞു തരണേ നബിയേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സുന്ദരമായ ഉപദേശത്തിൽ കാതോർക്കുന്ന മഹാന്മാരായ സ്വഹാബ, പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ അറിവിൻ നിലാവിലൂടെ, ഒരു ഭർത്താവിലൂടെയാണ് കുടുംബമേ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. ഒരു സ്വാലിഹായ ഭാര്യയിലൂടെയാണ് കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നത്. ഭർത്താവ് നന്നായതുകൊണ്ട് കാര്യമില്ലല്ലോ, ഭർത്താവ് മാത്രം നന്നായി ഭാര്യ തോന്നിയതുപോലെ ജീവിക്കുന്നത് കണ്ട് കാര്യമുണ്ടോ? ചെറുപ്പക്കാരാ, ഭാര്യ സുബഹി നമസ്കരിക്കുന്നവളാണ്, ഭാര്യ ഖുർആൻ ഓതുന്നവളാണ്, ഭാര്യ തലമറക്കുന്നവളാണ്, ഭാര്യ ഇബാദത്തിന്റെ ഏറ്റവും വലിയ പരമത സമാനമായ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഇബാദത്തുകൾ നെഞ്ചിലേക്ക് നടക്കുന്നവളാണ്. ഭർത്താവ് മദ്യപാനിയായതുകൊണ്ട് ആ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ, പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ മദീനയിലേക്ക് പറന്നിട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ സ്വഹാബത്തിനോട്, മഹാന്മാരായ സ്വഹാബത്തിനോട് പറയുകയാണ്, കുടുംബജീവിതത്തിൽ സന്തോഷം ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ. കുടുംബജീവിതത്തിൽ സമാധാനത്തോടെ, റാഹത്തോടെ, പരസ്പരം മനപ്പൊരുത്തത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായി മാറണമെങ്കിൽ ഭർത്താക്കന്മാരായ നിങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുകയാണ് സ്വഹാബ. തുല്ലനീ പറഞ്ഞുതാ നബിയേ, പറഞ്ഞു തരൂ നബിയേ, സന്തോഷത്തോടെ പറഞ്ഞു തരൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ആദ്യമായി പറഞ്ഞ വാക്യേതാണ്? ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വഹാബിയോട് പറയുന്നു, മോനെ, അല്ലാഹു നിനക്ക് നല്ലൊരു പെണ്ണിനെ സ്വലാഹിയത്തുള്ള ബന്ധത്തിലൂടെ അല്ലാഹു നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നാൽ ആ പെണ്ണുമായിട്ടുള്ള സുഖദുഃഖ ജീവിതം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ, സങ്കടത്തോടെ, സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ഇമ്പത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഭാര്യയെ പരിഗണിക്കുന്നവനാവണം മോനെ. ഉണ്ട് നബിയേ, ഞങ്ങളെ ഭാര്യയെ പരിഗണിക്കുന്നുണ്ട് നബിയേ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് നബിയേ, ഞങ്ങൾ പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട് നബിയേ, ഞങ്ങൾ യാത്ര കഴിഞ്ഞ് മനോഹരമായ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണിനും ഞാൻ കൊടുക്കാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അതൊക്കെ ശരിയാണ് സ്വഹാബത്തേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങൾ നിങ്ങളെ ഭാര്യ അനുഭവിക്കുന്നുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല സ്വഹാബ. മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ഭാര്യയെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനാ? നമ്മളൊരു പുതിയ വസ്ത്രം വാങ്ങുമ്പോ ഒരു പുറത്തെ ഭാര്യക്ക് വാങ്ങുന്നത് പരിഗണനയാണ്. അതുകൊണ്ട് പരിഗണന അവസാനിച്ചു എന്ന് കരുതേണ്ട ഭർത്താക്കന്മാരെ. നിങ്ങൾ ബിരിയാണി കഴിക്കുമ്പോ ഭാര്യക്കും നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നത് അത്
അത് പരിഗണനയാണ്. അത് വാങ്ങിക്കൊടുത്തതുകൊണ്ട് പരിഗണന അവസാനിച്ചു എന്ന് കരുതല്ല ചെറുപ്പക്കാരാ. നിങ്ങൾ പുതിയ വാഹനം വാങ്ങുമ്പോ വാഹനത്തിന്റെ അകത്തിരുത്തി ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നത് ശരിയാണ്. അത് ഭാര്യയ്ക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുന്നുണ്ട്. അത് പരിഗണനയാണ്. അത് മാത്രമാണ് പരിഗണന എന്ന് കരുതിയിട്ട് മനസ്സമാധാനത്തോടെ ഇരിക്കേണ്ട സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, സ്വഹാബ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും കുറവാക്കി പറയാ പാടില്ല സ്വഹാബ. ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ കുറവാക്കി പറയാ പാടില്ല സ്വഹാബ. അതാണ് മുത്തുനബി പറയുന്നത്. അതാണ് നിങ്ങളെ ഭാര്യക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പരിഗണനയും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിന് പുറമെ, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതിന് പുറമെ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നിങ്ങളെ വാക്കുകൊണ്ട് അപമാനമായി തീരാ പാടില്ല. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഭാര്യക്ക് കുറവ് വരാൻ പാടില്ല. നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യക്ക് നിങ്ങളൊരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കുറവ് വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ ഭാര്യ നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പരിഗണിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഭാര്യയെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എങ്ങനെ? ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ വാങ്ങുന്നത് പോലെ നല്ലൊരു മനോഹരമായ വസ്ത്രം വാങ്ങിക്കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അതുകൊണ്ട് മാത്രം പരിഗണന തീരൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഭാര്യയെ ഒരിക്കലും നിങ്ങൾ കൊച്ചാക്കി പറയരുത്. ഒരിക്കലും നിങ്ങൾ ഭാര്യയെ തരം താഴ്ത്തി പറയരുത്. മാഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം നോക്കിയേ നിങ്ങൾ അല്ലേ? പലപ്പോഴും കുടുംബ ജീവിതത്തിൽ വിള്ളൽ സംഭവിക്കുന്നത് ഇവിടെയാണ്. ഭാര്യയെ ഉപദേശിക്കേണ്ടടുത്ത് ഭാര്യയെ ഉപദേശിക്കണം. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു മൗനം കൊണ്ടോ നിങ്ങളെ ഭാര്യയുടെ മനസ്സ് വേദനിക്കരുതെന്ന്. പുല്ല് പോലും ആവശ്യമില്ലാതെ പറിച്ചു കളയരുത്, ചെടികളെ പോലും ആവശ്യമില്ലാതെ വെട്ടിക്കളയരുതെന്ന് കാരുണ്യത്തോടെ ലോകത്തിന് കരുണ പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നെഞ്ചിലേറ്റിന്റെ ഉപദേശമല്ലേ പ്രിയപ്പെട്ടവരെ ഇത്? അല്ലേ? നെഞ്ചിലേറ്റിന്റെ ഉപദേശമല്ലേ? നമ്മളിത് ശ്രദ്ധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ വാക്കിലൂടെ, എത്ര വാക്കിലൂടെ നമ്മുടെ ഭാര്യയുടെ മനസ്സ് വേദനിക്കാറുണ്ട്. നിങ്ങൾ സ്വയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, സ്വയം മനസ്സിരുത്തി ആലോചിക്കുക. കുടുംബസമേതത് ഇങ്ങനെ കാത്തു കേട്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടാവും, കേട്ടോളി, പറഞ്ഞോളി ഉസ്താദേ, പറഞ്ഞോളി, കേൾക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പറയും. മനസ്സിരുത്തി നമ്മൾ ചിന്തിക്കുക, മനസ്സിന്റെ അകത്തേക്ക് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് പറയണമെങ്കിൽ അതിൽ എന്തോ ഒന്ന് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ സ്വഹാബത്ത് ചോദിച്ചു, നബി അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഞങ്ങൾ അങ്ങ് ചെയ്യൂലല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, സ്വഹാബ, അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നുണ്ട് സ്വഹാബ. ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കാത്തൊരു കാലഘട്ടം വരുന്നുണ്ട്. സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമെന്ന അറിവിനിലാവിന്റെ 92ാമത്തെ പ്രഭാഷണം കേൾക്കുന്ന ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഈ ഉമ്മത്തിന് പകർന്നു തരികയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്ത് റസൂലുള്ള ഞങ്ങളോട് പറയുകയാണ്, ഒരിക്കലും ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന രൂപത്തില് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ കുത്തുവാക്ക് പറയാ പാടില്ല സ്വഹാബ. അതാ
അതാണ് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കൊടുക്കുന്ന ഏറ്റവും വലിയ പരിഗണന. നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പലപ്പോഴും ടേബിളിന്റെ അകത്തേക്ക് ഭക്ഷണം വെട്ടാൻ വൈകിയതിന്റെ പേരിലെ ഭാര്യയെ ചീത്ത പറഞ്ഞ ചെറുപ്പക്കാരാ, ഉമ്മയുടെ മുമ്പിൽ നിന്ന്, ഭർത്താവിന്റെ നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മുന്നിൽ നിന്ന്, നിന്റെ അനിയന്മാരുടെ മുന്നിൽ നിന്ന്, നിങ്ങളുടെ സഹോദരിമാരുടെ മുന്നിൽ നിന്ന്, അന്യ വീട്ടിൽ നിന്ന് കയറി വന്ന പാവമായി നിന്റെ ഭാര്യ, നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്ന പ്രിയപ്പെട്ട ഭാര്യ, നിന്നെ ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി എല്ലാം സഹിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ മുമ്പിൽ പറയാൻ പറ്റുള്ള സങ്കടങ്ങളോ പറയാൻ പാടില്ലാത്ത സങ്കടങ്ങളോ ഒന്നും പറയാതെ മനസ്സിന്റെ അകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഷമമാകുമോ എന്ന് കരുതിയിട്ട് ആ സങ്കടങ്ങളെല്ലാം ഹൃദയത്തിന്റെ അകത്തകച്ച് പിടിച്ചുകൊണ്ട് ഒറ്റക്ക് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ മനസ്സ് കാണാൻ കഴിയുന്ന ഭർത്താവാരാ? അവരാണ് സ്വലാഹ്യത്തുള്ള ഭർത്താവെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോ എത്ര ചീത്തയാണ് നമ്മൾ ഭാര്യയെ പറയുന്നത്, ഭക്ഷണത്തിൽ എന്തൊരു മുടി കിട്ടുമ്പോ എന്തെല്ലാമാണ് നമ്മൾ ഭാര്യയെ പറയുന്നത്. അതും ഒറ്റക്കല്ലല്ലോ, ഭക്ഷണം കഴിക്കുന്നവരുടെ മുമ്പിലിട്ടുകൊണ്ട് എത്ര തവണയാണ് നമ്മൾ അവരെ വശമാക്കിയത്. മാപ്പ് ചോദിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വളരെ സത്യമാണ്. പെണ്ണേ, ഉമ്മമാരെ, നിങ്ങളെ സ്വർഗം ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിൽ തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവും സംശയവും വേണ്ട. അങ്ങനെ ഞാൻ അത്രയും വലിയ പവർ ഭർത്താവിന് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ എന്തിനാ ഉസ്താദേ ഞങ്ങൾ ഭാര്യമാരോട് മാപ്പ് ചോദിക്കുന്നത്? എന്തിനാ? പറയണം മോനെ, പറയണം ചെറുപ്പക്കാരാ, ചോദിക്കണം ബാപ്പമാരെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ ഖദീജ ബീവിയോട് പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തുന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ പട്ടിണിയില്ലാതെ ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിലെ ഇന്നും കണ്ണീരല്ലേ ചെറുപ്പക്കാരാ? മക്കയുടെ മനോഹരമായ ഹറമിന്റെ പരിസരത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ ജന്നത്തുൽ മഹല്ല എന്ന മണ്ണ് കാണുമ്പോ കണ്ണുനീര് വരാത്തവരാരാ? ജന്നത്തുൽ മഹല്ലയുടെ പരിസരത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരെ പ്രസവിച്ച ആ സ്ഥലത്ത് നിന്നൊരു ലൈബ്രറിയാണല്ലോ. ആ ലൈബ്രറിയുടെ വലത് ഭാഗത്ത് കണ്ടിട്ടില്ലേ ചെറിയൊരു പർവ്വതം? നിങ്ങളെ കണ്ടിട്ടില്ലേ? ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ, ആ രണ്ട് മലഞ്ചെരുവിലാണ് പെങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഒരു കാലഘട്ടത്തിൽ സ്വർണ്ണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന രാജകുമാരിയല്ലായിരുന്നുവോ? പിന്നെ എന്ത് പറ്റിയേ? പിന്നെ എന്താ സംഭവിച്ചേ? മുത്തുനബിയുടെ കൂടെ കൂടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി എല്ലാം ഒഴിവാക്കി പ്രവാചകരോട് മഹബത്ത് കാണിച്ചതുകൊണ്ട് അല്ലാഹു വലിയ പരീക്ഷണം കൊടുത്തപ്പോ ആ ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ കിടക്കുന്ന ഖദീജ ബീവിക്ക് വിശപ്പടക്കാ ഭക്ഷണമില്ലാതെ വന്നപ്പോ ഒന്ന് വെള്ളം കുടിക്കാൻ വെള്ളം പോലെ മക്കാ ഖുറൈശികളെ കൊടുത്തില്ലല്ലോ. മുഹമ്മദ് തങ്ങൾക്ക് ഒരു മുറുക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് ധീരനായ അബൂജഹലും കൂട്ടരും പ്രഖ്യാപനം നടത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോ ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ ഒറ്റപ്പെട്ടില്ലേ? ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് മുത്ത് റസൂലുള്ള പലതവണ പറഞ്ഞതാണ്, ഖദീജ മാപ്പ് തരണം മഹ്ദിയേ, മാപ്പാക്കണം മഹ്ദിയേ, മാപ്പാക്കണം നബിയേ തങ്ങളെ. ആരാ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവിയോട് മാപ്പ് പറയുകയാണ്. എന്തിനാണ് നബിയെ എന്നോട് മാപ്പ് പറയുന്നത്? നബിയെ എന്നോട് നിങ്ങൾ മാപ്പ് ചോദിക്കാൻ പാടില്ല നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ല ഖദീജ, ഈ മുത്തുനബിയുടെ കൂടെ കൂടിയതിന് ശേഷം നിനക്കൊരു സുഖജീവിതം അല്ലാഹു തന്നിട്ടില്ലല്ലോ ഖദീജ. ഈ മുത്തുനബിയുടെ കൂടെ പോയതിന് ശേഷം മണിമാളികയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നില്ലേ ഖദീജ? ഈ മുത്തുനബിയുടെ കൂടെ പോയതിന്
ഓതലിന് ശേഷം വിശപ്പടക്കിയ ഒരു ദിവസം പോലും നിനക്ക് കടന്നു വന്നിട്ടില്ലല്ലോ ഖദീജ. ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിലുള്ള ഇദ്ഖറ് പുല്ലെടുത്ത് കഴിച്ച് ശരീരം പച്ച നിറമാഹിയെന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം ഈ ഉമ്മത്തിന് മറക്കാൻ പറ്റോ പ്രിയപ്പെട്ടവരെ? ആ സമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീബിയോട് മാപ്പ് ചോദിക്കുകയാ. ഭാര്യയോട് മാപ്പ് ചോദിക്കുന്നത് കൊണ്ട് കുറവ് വരൂല ചെറുപ്പക്കാരാ. ഭാര്യയോട് മാപ്പ് ചോദിച്ചാൽ ഭാര്യയുടെ മുന്നിലൊന്ന് താന്ന് കൊടുത്താ ഭാര്യയുടെ മനസ്സ് സമാധാനമാകാൻ വേണ്ടി ഭാര്യയോട് മാപ്പാക്കണം മോളെ എന്ന് പറയുന്നത് ഭർത്താവ് ധീരനായ ഭർത്താവാണ്. ധീരനായ ഭർത്താവാണെന്ന് മദീനയുടെ നായകൻ ജീവിത ചരിത്രത്തിലൂടെ നമുക്ക് പാഠമാക്കി തരുമ്പോ അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഭാര്യ നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്കിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ, നോട്ടത്തിലൂടെ, മൗനാനുവാദത്തിലൂടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ പിടിച്ചുകൊണ്ട് മാപ്പ് പറയണം ചെറുപ്പക്കാരാ. ആ കൈ പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കണം ചെറുപ്പക്കാരാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞ ഒരു സ്വലാഹിയത്തുള്ള ഭർത്താവായിട്ട് നമ്മൾ മാറുന്നത് കൂട്ടുകാരാ. അപ്പോഴാണ് പടച്ചിതമ്പുരാൻ ഈമാനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി തന്ന ഭർത്താക്കന്മാരെ. അപ്പോഴാണ് ഭാര്യയുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഭാര്യയോട് മാപ്പ് ചോദിക്കുമ്പോഴാണ് ഈ ഹൃദയാന്തരത്തിന്റെ അകത്ത് മുത്തുനബിയുടെ ഹദീസിന്റെ പ്രകാശങ്ങളെ അല്ലാഹു നമുക്ക് ഇറക്കി തരുന്നതെന്ന് മറക്കല്ല. അല്ലാഹുവേ, കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ലാ, സന്തോഷം നൽകണേ റബ്ബേ. അഹ്ലുസുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവവീതികളിലേക്ക് തത്സമയം മിഴിതുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തികവിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ.